കോതമംഗലം രൂപതയിലെ തൊമ്മൻകുത്ത് ഇടവകയുടെ കീഴിലുള്ള നാരങ്ങാനം എന്ന പ്രദേശത്ത് സ്ഥാപിച്ച കുരിശ് പോലീസിൻ്റെ സഹായത്തോടെ വനം വകുപ്പുകാർ നീക്കം ചെയ്ത സംഭവം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വനം വകുപ്പുകാരും ചില കപട പരിസ്ഥിതിവാദികളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ചില തീവ്ര മത വർഗീയവാദികളുമൊക്കെ ഈ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഇരുന്ന് തിന്ന് എല്ലിനിടയിൽ കയറി കഴിയുമ്പോൾ പരിസ്ഥിതി സംരക്ഷണമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ആളുകളൊക്കെ ഈ വിവാദത്തിന് പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്ത് കേട്ടാലും കുരിശ് കൃഷി എന്ന് ആക്ഷേപിച്ചാൽ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുവാൻ കഴിയുകയില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ വനം വകുപ്പ് അധികൃതർക്ക് ഈ നാരങ്ങാനം പ്രദേശത്തിന് വളരെ അടുത്തുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ആനയാടിക്കുത്ത്. ഈ ആനയാടിക്കുത്തെന്ന ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ സാധ്യതയുള്ള സ്ഥലം വനം വകുപ്പിന് സ്വന്തമാക്കണം. അതിനുവേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങളാണ് അവരിപ്പോൾ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ എല്ലാമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക്, സാധാരണ കർഷകർക്ക് മനസ്സിലാകും. ഏകദേശം 61 വർഷങ്ങൾക്ക് മുൻപാണ് തൊമ്മൻകുത്തിൽ ഇടവക ദേവാലയം നിർമ്മിക്കുന്നത്, ഇടവകയാവുന്നത്. അതിനു മുൻപ് തന്നെ ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് നാരങ്ങാനം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് വിവാദമുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പതിറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന ഒരിടത്ത് 50-60 വർഷങ്ങളായിട്ട് ആളുകൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇന്ന് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ നാരങ്ങാനം മലനിരയിൽ താമസിക്കുന്ന 55-60 വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്, അവരുടെ പിന്തുടർച്ചക്കാരുണ്ട്. അവരോടെങ്കിലും ഈ നുണകൾ പ്രചരിപ്പിക്കുന്നവർ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ തയ്യാറാകണം. ഒന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അവിടെ 60-ലധികം വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ എന്ന സഹോദരൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സാബു എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും എത്ര നാൾ പഴക്കമുള്ള സ്ഥലമാണ് ഇത് എന്ന്. അതുപോലെ ഓണക്കാലി രാജപ്പൻ കുഞ്ഞ് എന്നറിയപ്പെടുന്ന വ്യക്തി, പട്ടയ ഭൂമി അദ്ദേഹത്തിന് ഈ കുരിശ് പൊളിച്ചു കളഞ്ഞതിനും ജണ്ട, വനംവകുപ്പിന്റെ അതിർത്തിയായ ജണ്ടയ്ക്കുമിടയിൽ അദ്ദേഹത്തിന് പട്ടയ സ്ഥലമുണ്ട്. ആ പട്ടയം ഞങ്ങളാരും കൊടുത്തതല്ല, സർക്കാർ കൊടുത്തിരിക്കുന്ന പട്ടയമാണ്. അപ്പോൾ പൊളിച്ചു കളഞ്ഞ കുരിശിനും വനം വകുപ്പിട്ടിരിക്കുന്ന ജണ്ടയ്ക്കുമിടയിൽ പട്ടയ സ്ഥലമുണ്ട്. പിന്നെ എങ്ങനെയാ ഇതിനും ഇപ്പറയുള്ള സ്ഥലം വനഭൂമിയായിട്ട് മാറുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ വാഴവര അച്ചായി എന്ന വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ അന്വേഷിക്കൂ ഈ ഭൂമിയുടെ നിജസ്ഥിതിയെക്കുറിച്ച്. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി. ഞാൻ പ്രധാനമായിട്ട് 12 ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ നാരങ്ങാനം മലയിൽ കുരിശു പൊളിച്ചതിന് അടുത്ത് പട്ടയഭൂമി ഉണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും പട്ടയഭൂമിയുണ്ട്. കുരിശു പൊളിച്ചതിനും ജണ്ടയ്ക്കും ഇടയിൽ തന്നെ പട്ടയഭൂമിയുണ്ട്. ഒന്നാമത് സൂചിപ്പിക്കുന്നത് അക്കാര്യമാണ്. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കുരിശു പൊളിച്ചു കളഞ്ഞ ഈ കൈവശ ഭൂമിക്ക് ചുറ്റും 4 ചുറ്റും ആളുകളുടെ കൈവശ ഭൂമിയുമുണ്ട്, കൃഷിസ്ഥലമാണുള്ളത്. രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കുരിശു പൊളിച്ചു കളഞ്ഞതിനോട് തൊട്ടു ചേർന്നാണ് KSTPയുടെ 138 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് കടന്നു പോകുന്നത്. ആ റോഡ് ഈ കുരിശ് സ്ഥാപിച്ചതിന് തൊട്ടു ചേർന്നാണ്. അപ്പോൾ ഈ വനഭൂമിയിൽ കൂടെ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റ് അധികൃതര് പണം മുടക്കി ഈ 138 കോടി മുടക്കി റോഡൊന്നും പണിയല്ല. അതിനൊട്ട് വനം വകുപ്പ് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇത് വനഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നത് എന്തു മണ്ടത്തരമാണ്! എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടവർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്.
വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നത്, നാലാമത് എനിക്ക് പറയുവാനുള്ളത്, കുരിശു പണിത ഈ ഭൂമിയിൽ, അത് പതിറ്റാണ്ടുകളായി ആളുകളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ്. ആ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ബെന്നി എന്ന വ്യക്തി അത് വാങ്ങി വർഷങ്ങൾ കൈവശം വെച്ചു. ആ ബെന്നിയാണിത് പള്ളിക്ക് കുരിശ് വയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. ഈ കുരിശ് സ്ഥാപിച്ച ഈ സ്ഥലത്ത് EMS ഭവന പദ്ധതി പ്രകാരം വീടിന് തുക അനുവദിച്ചതാണ് വീട് പണിത്. അപ്പൊ EMS പദ്ധതി പ്രകാരം വീട് അനുവദിച്ച ഒരു സ്ഥലമാണ് കയ്യേറ്റ ഭൂമിയാണെന്ന് പറയുന്നത്. എന്ത് നുണയാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഞാൻ പറഞ്ഞ ഈ വീട്ടു നമ്പർ ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, ഈ കുരിശ് സ്ഥാപിച്ച ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന വീടിന് KSEB കണക്ഷൻ ഉണ്ടായിരുന്നു, കൺസ്യൂമർ നമ്പർ ഉണ്ടായിരുന്നു. ഏതൊരു വനഭൂമിയിൽ ആനയ്ക്ക് താമസിക്കാൻ വേണ്ടി ആരും കറണ്ട് കണക്ഷൻ നൽകുകയില്ലല്ലോ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും. ആറാമത് ഞാൻ സൂചിപ്പിക്കുന്നത്, 40-50 വർഷങ്ങൾ പഴക്കമുള്ള കൃഷി, തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾ ഈ സ്ഥലത്തിന് സമീപമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അത്രയും പഴക്കമുള്ള സ്ഥലമാണ് ഈ മല എന്ന് സൂചിപ്പിക്കുകയാണ്. 7 എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ മലയിൽ ഈ കുരിശിന് സമീപമായിട്ട് ആളുകൾ താമസിക്കുന്ന വീടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് അവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എട്ടാമത്തെ കാര്യം, ഈ പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം വനഭൂമിയാണെന്ന് വനം വകുപ്പുകാർ അവകാശപ്പെട്ടാൽ അത് യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം വനഭൂമിയാണെന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. അവരിപ്പോ കട്ടപ്പന എന്ന ടൗൺ ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്. 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന ഇടമാണ്. പട്ടയ ഭൂമിയുണ്ട്. 100-130 വർഷം പഴക്കമുള്ള കട്ടപ്പന ടൗൺ വനം വകുപ്പിൻ്റെതാണെന്നാണ് ഈ കൊള്ളക്കാർ ഇന്ന് അവകാശപ്പെടുന്നത്. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി അവർ തന്നെ റിപ്പോർട്ടുകൾ തട്ടിക്കൂട്ടി ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം വനഭൂമിയല്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. 1977 മുൻപ് ഭൂമി കൈവശം ഉണ്ടായിരുന്നവർക്കെല്ലാം, കുടിയേറിയവർക്കെല്ലാം വനം വകുപ്പും റവന്യൂ വകുപ്പും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി പട്ടയം നൽകണമെന്നുള്ളത് നിയമമാണ്, തീരുമാനമാണ്. അത് നടപ്പാക്കാത്തത് കർഷകരുടെ കുഴപ്പം കൊണ്ടല്ല, അത് രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും പട്ടയം നൽകേണ്ടതായിരുന്നു. പല സ്ഥലങ്ങളിലും ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. നടന്ന പല സ്ഥലങ്ങളിലും പട്ടയം അവർ കൊടുത്തിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്വം കർഷകർക്കല്ല. ഇടുക്കി ജില്ലയിൽ 50, 60, 70, 80 വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയമില്ലാതെ നിസ്സഹായരായി നിലവിളിക്കുന്ന അനേകം ആളുകളുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യഥാസമയത്ത് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി പട്ടയം കൊടുക്കേണ്ട സർക്കാരും ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം നൽകേണ്ട രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളും ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നതിൻ്റെ മുഴുവൻ കെടുതികളും ഇന്ന് അനുഭവിക്കുന്നത് കുടിയേറ്റ കർഷകരാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം വനം വകുപ്പിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരുവാൻ, വകവച്ചു തരുവാൻ കഴിയുകയില്ല. സർക്കാരും ഭരണാധികാരികളുമാണ് ഇതിന് കൃത്യമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടത്. 10ാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, വന്യമൃഗങ്ങളെക്കാട്ടിലും മൃഗീയമായി മനുഷ്യരോട് പെരുമാറുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തെറ്റായ സമീപനം തിരുത്തണം എന്നുള്ളതാണ്. ഈ സമീപനം തിരുത്തിയെങ്കിൽ മാത്രമേ, ഇവിടെ മനുഷ്യത്വപരമായ ഒരു സമീപനം അവർ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ നിലനിൽക്കുവാനും മുന്നോട്ട് പോകുവാനും കൃഷിക്കാർക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കഴിയുകയുള്ളൂ. പക്ഷേ ഇവരാരും ഇവിടെ നിലനിൽക്കണമെന്ന താല്പര്യം ഇവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 11
കഴിഞ്ഞ കുറേ 10-20 വർഷങ്ങളായിട്ട് ഒത്തിരി പേർക്ക് പട്ടയം കൊടുക്കുന്നുണ്ട്, നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പറയുമ്പോഴും ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഈ പട്ടയങ്ങളുടെ നിയമസാധുത എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. ഈ പട്ടയം കിട്ടിയിരിക്കുന്നതൊക്കെ നിയമപരമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പരിപൂർണമായും പൂർത്തിയായിട്ടില്ല എന്ന സത്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കിട്ടിയ പട്ടയങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 12ാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ന് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ജനവാസ മേഖലയുടെ മധ്യത്തിൽ അവർ റിസർവ് വനം പ്രഖ്യാപിക്കുകയാണ്, റിസർവ് ഫോറസ്റ്റ് ആയിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു റിസർവ് ഫോറസ്റ്റ് അവർ പ്രഖ്യാപിച്ചാൽ അതിനു ചുറ്റും ബഫർ സോൺ ഉണ്ട്. പിന്നെ അവിടെ വന നിയമമാണ് നടപ്പാക്കുന്നത്. ഇത് ഇന്ന് ഇടുക്കി ജില്ലയിലും കേരളത്തിൽ പല സ്ഥലങ്ങളിലും വനം വകുപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണിത്. അപ്പോൾ ഒരു പട്ടണത്തിന് സമീപത്ത് 10 ഏക്കർ സ്ഥലമുണ്ട്, അത് വനത്തിന് സദൃശമായ സ്ഥലമാണെങ്കിൽ അല്ല റവന്യൂ ഭൂമിയാണെങ്കിൽ അത് വനം വകുപ്പ് ഏറ്റെടുത്തിട്ട് അത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ വന നിയമം ബാധകമാക്കുന്നു, അവിടെ ബഫർ സോൺ ഉണ്ടാക്കുന്നു, പിന്നെ വന നിയമമാണ് അവിടെ. അപ്പോൾ ആ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ പോലും വന നിയമത്തിന് കീഴിലാവും. അങ്ങനെ ഒരു കലാപരിപാടി നമ്മുടെ ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വനവിസ്തൃതി കൂട്ടിക്കൂട്ടി വരുമ്പോൾ അകലെ ഇരിക്കുന്നവർ ഒരിക്കലും സുരക്ഷിതരാണെന്ന് കരുതരുത്. ഇന്നു ഞാൻ നാളെ നീ. പഴുത്തില വീഴുന്നത് കണ്ട് പച്ചിലയ്ക്ക് ചിരിക്കാനുള്ള അവകാശമില്ല. ഈ വന്യമൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ അടുക്കളപ്പുറത്തേക്കും വീടിന്റെ വരാന്തയിലേക്കും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചു വരുമ്പോൾ, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അടുത്തടുത്ത് വരുമ്പോൾ നമ്മളൊക്കെ ഈ കിരാതമായ കാടൻ നിയമത്തിന്റെ, വന നിയമത്തിന്റെ പരിമിതിക്കുള്ളിലാകും. അതുകൊണ്ട് നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളി കേൾക്കാനും അവരുടെ ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുവാനും ശബ്ദിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നിറവേറ്റാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.